നടൻ കഴക്കൂട്ടം പ്രേംകുമാർ യു ഡി എഫിലേക്ക് കഴക്കൂട്ടത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം തൊട്ട് വരുന്നുണ്ട്. ഒരു കഴക്കൂട്ടംകാരനായതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ചില അഭിപ്രായങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന പ്രേംകുമാർ യു ഡി എഫിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ ശക്തമായതിനോടൊപ്പം തന്നെ ഇന്നിപ്പോ കോട്ടയത്ത് നടക്കുന്ന കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയായിട്ടുള്ള സാഹിതിയുടെ പരിപാടിയിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുക്കുന്നുമുണ്ട്. ഇനി വിഷയത്തിലേക്ക് വരാം. ആദ്യം ഞാൻ ഒരു 3 തരം ആൾക്കാരെ പറയാം. ഒരു പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്ന 3 തരം എന്ന വാക്കുകളുണ്ട് ഏതൊരു പ്രസ്ഥാനത്തിലേക്കും. അതായത് ആവേശം, ആവശ്യം, ദെൻ ആദർശം. ശ്രദ്ധിക്കുക, ആവേശം, ആവശ്യം, ആദർശം. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് പ്രേംകുമാർ പെടുന്നതെന്ന് നിങ്ങൾക്ക് അനുമാനിക്കാം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കില്ല. എന്തായാലും ഒരു പ്രസ്ഥാനത്തിലേക്ക് ആദ്യം പറഞ്ഞതുപോലെ ആവേശത്തോടെ ചിലർ കടന്നു വരും. അവരെ സംബന്ധിക്കുന്നിടത്തോളം പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലെല്ലാം ആവേശപൂർവ്വമായിട്ടുള്ള, ഇനിയിപ്പോൾ തല്ല് കേസുകളോ മറ്റേതെങ്കിലും കേസുകളിലെല്ലാം ആവേശത്തോടെ കടന്നു വരുന്നു. വിചാരിച്ചത്ര ആവേശം അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ ഇട്ടിട്ട് പോകുന്നു. ദെൻ ആവശ്യം, അതായത് അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ഒരു ജോലി വേണം, മറ്റെന്തെങ്കിലുമൊക്കെ റിക്വസ്റ്റുകൾ വേണം. ആ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി പ്രസ്ഥാനത്തെ ടൂളായിട്ട് ഉപകരിക്കുന്നവരുണ്ട്. ആ ആവശ്യം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി പൊടിയും തട്ടി അവരുടെ കാര്യം നോക്കിപ്പോകും. ദെൻ ആദർശം. ഈ പ്രസ്ഥാനത്തെ ഇപ്പോഴും നിലനിർത്തുന്നത് ആ ആദർശത്തെക്കുറിച്ച് മനസ്സിലാക്കി ആദർശം ഉൾക്കൊണ്ട മനുഷ്യരെയാണ്, സഖാക്കളെയാണ്. അവർ ഒരിക്കലും ഇനി എന്തൊക്കെ തിരിച്ചടി നേരിട്ടാലും ആ ആദർശമുള്ളിലുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു പ്രസ്ഥാനത്തിനോടൊപ്പം ചേരാൻ പറ്റില്ല. ഈ ചേരുന്നവരെല്ലാം അവർക്ക് പല പല ആവശ്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് ആ ആവശ്യം ഇനി നടക്കില്ല എന്ന് കണ്ടാൽ ആ ആവശ്യം നേടിയെടുക്കാൻ എങ്ങോട്ടേക്ക് പോകണം? അടുത്ത കരയിലേക്ക് പോകണം. പ്രേംകുമാറും ചെയ്തത് ഒരു ആവശ്യത്തിന് വന്നു, അദ്ദേഹത്തിന്റെ ആവശ്യം നേടിയെടുത്തു. ആ ആവശ്യത്തിൽ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പുതിയതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടി മറ്റൊരിടത്തേക്ക് പോകുന്നു. അല്ലാതെ ആദർശം ഉൾക്കൊണ്ടുവന്ന വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആദർശവുമില്ല. സ്വയം പ്രഖ്യാപിത ചില ഇടതുപക്ഷക്കാരാണ്. ഒരു കാര്യമുണ്ട്, പ്രേംകുമാറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മലയാള സിനിമാ ഇൻഡസ്ട്രിയിൽ ഒരു നടനാണ്. നടനെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സെക്കൻഡറി നടനായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ ഹാസ്യ കഥാപാത്രങ്ങളെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച വ്യക്തിയാണ്. പ്രധാന കഥാപാത്രങ്ങളിലും ചില സിനിമകളിൽ അഭിനയിച്ചു. അതിനുശേഷം ഒരു നീണ്ട ഇടവേള. സമൂഹത്തിൽ നിന്ന് തന്നെ പ്രേംകുമാർ എന്ന പേര്, അതല്ലെങ്കിൽ അതിന്റെ വിസിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമിയിലേക്ക് ഒരു അംഗമായിട്ട് ഈ സർക്കാർ നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്. ആ നോമിനേറ്റ് ചെയ്യപ്പെടുന്നതോടുകൂടിയാണ് വീണ്ടും പ്രേംകുമാർ എന്ന വ്യക്തി ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത്.